എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അർദ്ധനാരീശ്വര സ്തവം ജ്ഞാനാമൃതത്തിൻ്റെ ആമുഖത്തിലേക്ക് കടക്കുകയാണ്. നാരായണ ഗുരുവിൻ്റെ ഓരോ ജ്ഞാനാമൃതത്തിലും ഓരോ തരത്തിൽ തനിമയുള്ളതാണ്. അർദ്ധനാരീശ്വര സ്തവത്തെ തനിമയുള്ളതാക്കിയിരിക്കുന്നത് അതിൽ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്ന നർമ്മരസമാണ്. സുബ്രഹ്മണ്യ കീർത്തനത്തിൻ്റെ അവസാന ജ്ഞാനവല്ലികളിലും കാണാം ഇത്തരം നർമ്മഭാവന. ഭക്തന് ഭഗവാനോടുണ്ടാകുന്ന ഒരു ഭാവമല്ല ഇത്. സാധാരണഗതിയിൽ തുല്യർ തമ്മിലല്ലേ നർമ്മോക്തി പറയുകയുള്ളൂ. ഇവിടെ ഭക്തൻ കേവലം ഭക്തൻ്റെ സ്ഥാനത്ത് നിന്നുയർന്ന് ഭഗവാനോട് തുല്യത കൈവരിച്ചിരിക്കുന്നു. അദ്വൈതി ദർശിക്കുന്ന അഭേദത തന്നെയാണത്. അദ്വൈത ദർശനം ഈ ജ്ഞാനാമൃതത്തിൻ്റെ അണിയറയിലാണെന്ന് പറയാം. വാക്കുകൾ കൊണ്ട് പ്രകാശിപ്പിക്കുകയല്ല, നർമ്മോക്തിയുടെ പിന്നിലുള്ള പ്രേരണാശക്തിയായി വർത്തിക്കുകയാണ് അദ്വൈത ദർശനം ഈ ജ്ഞാനാമൃതത്തിൽ. ഒരിക്കൽ മഴയില്ലാതെ നാട് മുഴുവൻ വെന്തുരുകുന്ന സമയത്ത് നാട്ടുകാർ ഗുരുവിനെ സമീപിച്ച് സങ്കടമുണർത്തിച്ചു. അപ്പോൾ ശിവനെ സ്തുതിച്ചുകൊണ്ട് ഗുരു എഴുതിയ ജ്ഞാനാമൃതമാണിത്. അത് രചിച്ച് ചൊല്ലിയ ഉടൻ തന്നെ മഴ പെയ്യുകയും ചെയ്തു. ഇതൊക്കെ അന്ധവിശ്വാസത്തിൽ പെടുന്നതാണെന്നും അസാധ്യമാണെന്നും ഒരു കൂട്ടർ വാദിച്ചേക്കാം. പ്രപഞ്ചത്തിൽ സാധ്യമായത് എന്തെന്നും അസാധ്യമായത് എന്തെന്നും ഒരു മനുഷ്യനും ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല, എന്നെങ്കിലും കണ്ടെത്തുകയുമില്ല. ആ സ്ഥിതിക്ക് അസാധ്യം എന്ന ഒന്നിനെ തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനില്ല. വിശദീകരിക്കുവാനാവാത്തത് എന്നു മാത്രം പറയാം. സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകലതും വിശദീകരിക്കാനാവാത്തതാണെന്ന് നമുക്ക് കാണാം. ബുദ്ധി വെച്ചുകൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കാൻ സാധിക്കാത്തതിനെയാണല്ലോ വിശദീകരിക്കാനാവുന്നത് എന്ന് നമ്മൾ പറയാറുള്ളത്. മനുഷ്യൻ്റെ ബുദ്ധി എന്ന പ്രതിഭാസം പോലും വിശദീകരിക്കാനാവാത്തതാണല്ലോ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചേരുന്ന തരത്തിലായിരിക്കണം പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടത് എന്ന നിർബന്ധ ബുദ്ധിയാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. സത്യമറിഞ്ഞവർ മനസ്സിലാക്കുന്നത് ഈ പ്രപഞ്ചവും അതിലെ ജീവിതവും ആകെ കൂടി ഒരു മഹാത്ഭുതമാണെന്നാണ്. അതായത് വിശദീകരണമില്ലാത്തത് ആ മഹാത്ഭുതത്തിനകത്ത് എന്തെല്ലാം കൊച്ചു കൊച്ചു അത്ഭുതങ്ങൾക്ക് സ്ഥാനമുണ്ടെന്നുള്ളതിന് കണക്കൊന്നുമില്ല. അതിലൊരു അത്ഭുതമായി ഇതിനെയും നമുക്ക് കണക്കാക്കാം. ലോകർക്ക് ജീവൻ നിലനിർത്തേണ്ടതിന് ആവശ്യമായ വെള്ളം മുഴുവൻ ശിവൻ തൻ്റെ തലയിൽ പേറിക്കൊണ്ട് തപസ്സിരിക്കുന്നു. അതുകൊണ്ട് ലോകർ വലയുന്നു. ഈ സന്ദർഭത്തിൽ ശിവനോട് പരിഭവം പറയുന്ന ഭാവത്തിലാണ് ഇതിൻ്റെ രചന. ശാർദൂല വിക്രീഡിതം വൃത്തത്തിലുള്ള ഇതിലെ ആശയം ഒട്ടും ക്ലിഷ്ടമല്ല. എത്ര വിചാരിച്ചാലും മതിവരാത്ത തരത്തിൽ ഭക്തി, നർമ്മം, അദ്വൈത ദർശനം, പരിഭവം പറച്ചിൽ, സരളത എന്നിങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഈ ചെറു ജ്ഞാനാമൃതത്തിൽ ചേർന്നുരുകി നിൽക്കുന്നു. അർദ്ധനാരീശ്വരനും ഗുരുവും തമ്മിലുള്ള സമാനത അഥവാ അഭേദതയാണല്ലോ ഇതിലെ കാതൽ. ആ അദ്വൈതമായ ഗുരുവിന് പ്രണാമങ്ങൾ. അർദ്ധനാരീശ്വര സ്തവം ആമുഖം ഇന്നിവിടെ സമാപിക്കുകയാണ്. ഒന്നാം ജ്ഞാനവല്ലരിക്ക് നമുക്കൊന്ന് പോകാം. അയ്യോ ഈ വെയിൽ കൊണ്ടു വെന്തുരുകി വാടിയിടുന്നു നീ എന്നിയേ, കയ്യേകിടുവതിന്നു കാൺകിലൊരുവൻ കാരുണ്യവാനാരഹോ. പയ്യാർ നീ ജനമാഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ ഖനാമ്പു കൃപയാ ഗംഗാ നദീധാമമേ. അർദ്ധനാരീശ്വര സ്തവം ആമുഖം ഇന്നിവിടെ സമാപിക്കുകയാണ്. എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.